ദേശം ദൈവത്തെ അറിയണം. എന്നാൽ ആ കാര്യം ചെയ്യുന്നവർ ആര്? ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ചോദ്യം. ആരെ ഞാൻ അയക്കേണ്ടു? ആർ നമുക്കായി പോകും എന്ന കർത്താവിൻ്റെ ശബ്ദത്തിന് അടിയനിതാ എന്ന് പറയുന്ന യെശയ്യാക്കളെയാണ് നമ്മുടെ ദേശത്തിന് ഏറ്റവും ആവശ്യം. അതുപോലെ സ്വയം ദൈവത്തിനായി സമർപ്പിച്ച് ദേശം ദൈവത്തെ അറിഞ്ഞേ മതിയാകൂ എന്ന വാഞ്ചയോടെ സഞ്ചരിക്കുന്ന സഹോദരൻ അഗസ്റ്റിൻ ജപകുമാർ അവർകൾ, ഞാൻ ദൈവത്തെ അറിഞ്ഞു, ഇനി ഞാനല്ല ദൈവം തന്നെ എന്ന് തൻ്റെ 21-ാം വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇദ്ദേഹം ഒരു യന്ത്രവിദ്യാ വിദഗ്ധനായി പ്രവർത്തിച്ചും കൊണ്ട് തൻ്റെ പ്രവർത്തന സമയത്തിനു ശേഷമുള്ള സമയം ഗ്രാമത്തിലും തെരുവീതികളും ചെന്ന് സുവിശേഷം അറിയിക്കുവാൻ ആരംഭിച്ചു. വലിയ കാര്യങ്ങളെ ദൈവത്തിനു വേണ്ടി നേടണം എന്ന ആഗ്രഹം ഒരു വശം, അനേകരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരണം എന്ന വാഞ്ച മറ്റൊരു വശം. അതേസമയം ഈ വലിയ ദേശത്തിലെ ജനങ്ങൾ അത്ഭുതങ്ങളെയും അടയാളങ്ങളുമില്ലാതെ ദൈവത്തെ അറിയുവാൻ കഴിയുകയില്ലല്ലോ എന്ന ചിന്ത ഇദ്ദേഹത്തെ അധികമായി പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചു. ദൈവത്തോടുള്ള അടുപ്പത്തെ കൂട്ടുകയും മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ ശക്തിയാൽ ദൈവം നിറയ്ക്കുകയും ചെയ്തു. ഇതു നിമിത്തം മണിക്കൂറുകളോളം വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. ദൈവത്തിൻ്റെ വേലയിൽ ഒരു മാറ്റമുണ്ടായി തുടങ്ങി. പ്രാർത്ഥന പലപ്പോഴും പ്രവചനമായി മാറിത്തുടങ്ങി. തൻ്റെ ജീവിതത്തിൽ തന്നെ അനേകർക്ക് അനുഗ്രഹമാക്കിയ ദൈവം തനിക്കായി ഒരു കൽപ്പന തന്നതിനെക്കുറിച്ച് ബോധവാനായി. അതാണ് അറിയാത്ത ജനങ്ങൾക്ക് യേശുവിനെ അറിയിക്കാൻ കിട്ടിയ വടക്കൻ സംസ്ഥാനങ്ങളുടെ ദർശനം. അതും തീർത്തും വ്യത്യാസമായ ബീഹാറിലേക്ക്, മിഷണറികളുടെ കല്ലറത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമായ ബീഹാറിലേക്ക് ദൈവത്തിൻ്റെ കൽപ്പന സ്വീകരിച്ച് ബീഹാറിലേക്ക് കടന്നു വന്നു. കാടെന്നോ മലയെന്നോ നോക്കാതെ, വെയിലെന്നോ തണുപ്പെന്നോ നോക്കാതെ, സ്വീകരിക്കാനും സൗകര്യങ്ങളും ഇല്ലാതെ കാൽനടയായി സുവിശേഷം അറിയിച്ചു. തൻ്റെ കഠിന പരിശ്രമത്താലും സഹപ്രവർത്തകരുടെ പ്രയത്നത്താലും 1972 സ്ഥാപിതമായതാണ് ഗോസ്പൽ എക്കോയിങ് മിഷണറി സൊസൈറ്റി എന്ന ജെംസ്. ചുരുക്കം ചില ദൈവവേലക്കാരോടുകൂടെ ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ 2008 അധികം വേലക്കാരോടുകൂടി പ്രവർത്തിച്ചു വരുന്നു. സഹോദരൻ അഗസ്റ്റിൻ ജപകുമാർ അവർകൾ ഈ സ്ഥാപനത്തിൻ്റെ നിർവാഹകനായും സേവനം അനുഷ്ഠിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം, എഴുത്ത്, പ്രാർത്ഥന എന്നിവ മൂലം ദൈവം അനേക ആയിരങ്ങളെ ഉലകമെമ്പാടും അനുഗ്രഹിച്ചിരിക്കുന്നു. ബീഹാറിൽ ദൈവത്തിൻ്റെ വേല ചെയ്താലും ഇദ്ദേഹം വടക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ലോകമെമ്പാടും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു വരുന്നു. ജെംസ് ഇന്ന് ബീഹാറിൽ മാത്രമല്ല, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നീ വടക്കൻ സംസ്ഥാനങ്ങളിലും നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ എന്നീ കഠിനമായ അയൽ ദേശങ്ങളിലും സുവിശേഷവേല ചെയ്തു വരുന്നു. 2001 സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ബീഹാറിലുള്ള 8.28 കോടി ജനസംഖ്യയിൽ 0.06% പേർ മാത്രമേ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. മഹാരാഷ്ട്രയിൽ 9.67 കോടി ജനസംഖ്യയിൽ വെറും 0.98% പേർ മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. എന്നാൽ ജാർഖണ്ഡ് സംസ്ഥാനത്തിൽ
.69 കോടി പേരിൽ 3.8% പേർ ക്രിസ്ത്യാനികൾ. മധ്യപ്രദേശിന്റെ 6.03 കോടി ജനസംഖ്യയിൽ 0.25% പേർ ക്രിസ്ത്യാനികൾ. ഉത്തർപ്രദേശിലോ 16.60 കോടി ജനങ്ങളിൽ വെറും 0.2% പേർ മാത്രമേ ക്രിസ്ത്യാനികൾ ഉള്ളൂ. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ഇക്കാരണത്താൽ വടക്കൻ സംസ്ഥാനങ്ങൾ അനേക മിഷണറികളുടെ ആവശ്യത്തെ ഇവിടെ വിളിച്ചറിയിക്കുന്നു. നിരക്ഷരത ഇവിടുത്തെ വലിയ ഒരു കാരണം. പലരും തീവ്രവാദികളായും നക്സലൈറ്റുകളായും കാണപ്പെടുന്നതും ഇതോടുകൂടെ പൂർവകാലങ്ങളിലെ രീതിയെ പിന്തുടർന്നും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും തന്റെ നന്മയ്ക്കായി സ്വന്തം ജാതിയിലും ഇനത്തിലും പെട്ടവരെ പോലും ബലിയിടുന്നതും ഹൃദയത്തെ ഉരുക്കുന്ന കാര്യമാണ്. അതെ, ഇവരുടെ ആവശ്യം യേശുവാണ്. ഇവർക്ക് യേശുവിനെ അറിയിക്കുവാൻ ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കാം. കൊയ്ത്തുണ്ടധികം, വേലക്കാരോ ചുരുക്കം എന്ന് ആഗ്രഹിക്കുന്നത് ദൈവം മാത്രമല്ല, വടക്കൻ സംസ്ഥാനങ്ങളും കൂടെയാണ്. യേശുവിന്റെ സ്നേഹത്തെ മറ്റുള്ളവരെ അറിയിക്കുവാനും അവരെയും നിത്യസ്നേഹത്തിന്റെ വെളിച്ചത്തിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരുവാനും നശിച്ചു പോകുന്ന ആത്മാക്കളെ പാപത്തിൽ നിന്നും ശത്രുവിന്റെ പിടിയിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിപ്പാൻ നമുക്കും നമ്മെ താൻ സമർപ്പിച്ചുകൂടായോ? ഇവിടെ ഭാഷ, ആഹാരം എന്ന് മാത്രമല്ല, കുളിരെന്നാൽ കഠിനമായ കുളിരും വെയിൽ തുടങ്ങിയാൽ കഠിനമായ വെയിലും ഈ വിധമായ പരിസ്ഥിതികൾ ഉണ്ടായിട്ടും തങ്ങളെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച് ദൈവത്തിനു വേണ്ടി വേല ചെയ്യുന്നവർ ധാരാളം ഉണ്ട്. ഇതുകൊണ്ട് യേശു എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവർ എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞത്. മത്തായി 18:14 നാം വായിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. എല്ലാം അറിഞ്ഞും നമ്മുടെ ഉള്ളിൽ പലവിധമായ കുഴപ്പങ്ങളും ചോദ്യങ്ങളും, അങ്ങനെയല്ലേ? ദൈവവിളി കേട്ടവരും അതിനൊത്ത അഭിഷേകം പ്രാപിച്ചവരും തങ്ങളെ സമർപ്പിക്കുവാൻ ശീഘ്രത കാട്ടാത്തതിനാലാണ് സ്നേഹവാനായ ദൈവത്തിന്റെ രാജ്യം വ്യാപിക്കാതെ കിടക്കുന്നത്. എന്നാൽ പരിസ്ഥിതികളെയും ആവശ്യങ്ങളെയും കണ്ട് തങ്ങളെ തന്നെ ദൈവവേലയിൽ പങ്കുചേർത്തവർ ധാരാളം. ഗോലിയാത്തിനെ കൊന്ന ദാവീദും ദൈവകോപത്തിന് വിരാമമിട്ട ഫിനെഹാസും ഞാൻ വിക്കനെന്ന് പറഞ്ഞ മോശയുടെ നാവായി മാറിയ അഹ്റോനും പൗലോസിന്റെ വഴിത്തുണയായ സീലാസും ഈ രണ്ടാം തരത്തിൽ ഉൾപ്പെട്ടവരാണ്. മൂന്നാമത്, കേൾക്കപ്പെട്ടതിനെ ഹൃദയത്തിൽ വഹിച്ച് പുറപ്പെടുന്ന മനുഷ്യൻ പ്രാർത്ഥനയിൽ നിറയുമ്പോൾ തന്നെ താൻ അറിയാതെ പ്രവർത്തനത്തിൽ ഇടപെടുന്നു. ദൈവാത്മാവിനാൽ പ്രേരിതരായ ദൈവഭക്തന്മാർ എന്നോടുകൂടെ വരിക എന്ന് വിളിക്കുമ്പോൾ അത് ദൈവത്തിന്റെ വാക്കായി കേട്ടനുസരിപ്പാൻ ജനങ്ങൾ മടി കാണിച്ചിട്ടില്ല. എലീശയും തീമോഥെയോസും ഇതിൽ ഉൾപ്പെട്ടവരാണ്. അവസാനമായി, ദൈവം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചിലരെ ആപത്ത്, വ്യാധികൾ, കഷ്ടനഷ്ടങ്ങൾ പോലുള്ള സാഹചര്യങ്ങളിൽ നിർത്തി ഇതിൽ നിന്ന് ദൈവത്തിന്റെ വേലയിലേക്ക് ദൈവം അവരെ വേർതിരിക്കുന്നു. അവരെ കൊണ്ട് ഇനി ഞാൻ ദൈവവേല ചെയ്യും എന്ന തീരുമാനം എടുപ്പിക്കുന്നു. ആ തളിർ ഇലയായി മാറി വിളിയെന്ന പൂവായി വിരിഞ്ഞ് അവരുടെ ഹൃദയങ്ങളിൽ സുഗന്ധം വീശുന്നു.
ഇതിൽ നിങ്ങൾ ഏത് തരത്തിൽപ്പെടുന്നു? ദൈവം നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വിളിച്ചേക്കാം. എന്നാൽ നിങ്ങളെ തേടി വരുന്ന വിളിയെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. അനേക വിധത്തിലുള്ള വിളിയെ സ്വീകരിച്ചും കൊണ്ട് വന്ന് ദൈവവേല ചെയ്യുന്നോർ അനേകം പേർ. ഇവർ എങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചത്? എതിർപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്തു? സുവിശേഷ വേലയിൽ ഉണ്ടായ ഉപദ്രവങ്ങളെ എങ്ങനെ നേരിട്ടു? എങ്ങനെയാണ് ആത്മാക്കളെ നേടിയത്? ഇതെല്ലാം വലിയ വലിയ സാക്ഷ്യങ്ങൾ. ഇങ്ങനെയുള്ളവരുടെ പരിശ്രമം മൂലം ഇന്ന് ജെംസ് വലിയ രൂപാന്തരീകരണം കൊണ്ട് നിൽക്കുന്നു. എല്ലാ ദിക്കുകളിലും സുവിശേഷ മഹായോഗങ്ങൾ, സഭയുടെ കെട്ടുപണി, പലവിധമായ പരിശീലനങ്ങൾ, വേദപഠനശാല, ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമ സ്കൂളുകൾ, കമ്പ്യൂട്ടർ സെന്ററുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അധ്യാപക പരിശീലന കേന്ദ്രം, തയ്യൽ പരിശീലന കേന്ദ്രങ്ങൾ, നഴ്സിംഗ് സ്കൂൾ, ആശുപത്രി, നവജീവൻ കേന്ദ്രം എന്നിങ്ങനെ അനേകം. എന്നാലും ഇത് മതിയായവയല്ല. വേലക്കാരുടെ എണ്ണവും കൂടേണ്ടതുണ്ട്. മിഷണറികളായി ചുമതലയോടുകൂടെ അനേകർ എഴുന്നേൽക്കേണ്ടതും വടക്ക് നോക്കി പുറപ്പെടേണ്ടതും ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. അതിനായി മുഴുവൻ സമയം മിഷണറിയായി തന്നെ സമർപ്പിച്ചവരായിരിക്കണം എന്നില്ല. എന്നാൽ കർത്താവിനായി അധ്വാനിപ്പാനുള്ള സന്മനസ്സുണ്ടെങ്കിൽ മതിയാകും. പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പിന്മാറേണ്ടതില്ല. കാരണം പ്രസംഗിപ്പാൻ മാത്രമല്ല, സഹപ്രവർത്തനത്തിനും വേലക്കാരുടെ ആവശ്യമുണ്ട്. ഞങ്ങളോടുകൂടെ നിങ്ങളും ചേർന്ന് ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. സുവാർത്തയ്ക്കായി വാഞ്ചിക്കുന്ന വടക്കൻ സംസ്ഥാനങ്ങളെ യേശുവിന്റെ കരത്തിൽ സമർപ്പിക്കേണ്ടയോ? നിരനിരയായി വരുവിൻ. വടക്കൻ സംസ്ഥാനങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യം വെറും പണമല്ല, എന്നാൽ നിങ്ങളുടെ വിചാരങ്ങൾ. മോശയെപ്പോലെ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റാൻ അനുഗ്രഹമായി ഇരിക്കുന്നവർ ആവശ്യം. ഹിസ്കിയാവിനെ പോലെ ദൈവവേല പൂർത്തീകരിക്കാൻ കണ്ണീരൊഴുക്കുന്നവർ ആവശ്യം. എസ്തറിനെ പോലെ ദൈവത്തിന്റെ പദ്ധതി കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി മരിക്കുവാനും ഒരുക്കം എന്ന് പറയുന്നവർ ആവശ്യം. പൗലോസിനെ പോലെ ഈ സ്വർഗീയ ദർശനത്തെ ഞാൻ അനുസരിക്കാതിരിക്കില്ല എന്ന് പറയുന്നവരും ആവശ്യം. വടക്ക് നോക്കി പുറപ്പെടുവാൻ തയ്യാറായിരിക്കുന്നുവോ? ചിലർക്ക് ഇനിയും പല ചോദ്യങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ എല്ലാറ്റിനും ഉത്തരം ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ പ്രതീക്ഷയും പ്രത്യാശയും മനസ്സിലാക്കിയവർ ഒരു ചിലർ മാത്രമാണ്. പലരും തങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന കാലം മാറി ദൈവത്തിന്റെ ഹൃദയനാളത്തിന് മനസ്സിലാക്കിയ പ്രാർത്ഥനയുടെ അത്യാവശ്യത്തിനായും സമർപ്പണത്തിന്റെ അത്യാവശ്യത്തിനായും ഉണർന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവെ, ഇത്ര വലിയ ആവശ്യമുള്ള നാളിലും ആവശ്യമുള്ള ലോകത്തിലും നീ ഞങ്ങളെ വച്ചിരിക്കുന്നു. നിന്റെ നാമമഹത്വത്തിനായി തന്നെ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ യാചിക്കാം എന്ന നിന്റെ ആഗ്രഹത്തിനെ ഞങ്ങൾ പ്രവൃത്തിയിൽ കാണിക്കേണ്ടതല്ലേ? അതിനുവേണ്ടി തന്നെയല്ലേ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനെ മനസ്സിലാക്കിയവരായി ഓരോരുത്തരും ചെയ്യുവാൻ ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രത്യാക്ഷയെ ചെയ്തു തീർത്തു വന്ന് തൃപ്തി അവരിൽ ഉണ്ടാകുവാനും അതിനായ തടസ്സങ്ങൾ ഉടയുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ